ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളിന്ന് നോക്കുന്നത് 2025 ജൂണിലെ കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് വരുന്നത് 30 മാർക്കിനാണ്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ തന്നെ ഫസ്റ്റ് പാർട്ട് വരുന്നത് പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താനാണ്. നമുക്ക് നോക്കി നോക്കാം പാരഗ്രാഫ്. On a sunny spring morning, Emily walked through the small park near her house, enjoying the vibrant colors of blooming flowers and the cheerful chirping of birds. She paused by a pond, watching ducks glide peacefully across the water. As she sat on a bench, she noticed an older woman nearby struggling to carry heavy bags of groceries. Without hesitation, Emily got up and offered her help. The woman, grateful for her kindness, shared stories of her youth with Emily as they walked together. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? എമിലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ വീടിനടുത്തുള്ള പാർക്കിലൂടെ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ഒരു പോണ്ടിൻ്റെ അടുത്ത് എത്തി. അവിടെ താറാവ് നീന്തുന്നതൊക്കെ കണ്ട്, വെള്ളത്തിൽ താറാവ് നീന്തുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ലാസ്റ്റ് അവൾ എന്ത് ചെയ്തു? ഒരു ബെഞ്ചിൻ്റെ സൈഡിൽ പോയിട്ട് ബെഞ്ചിലിരുന്നു. ആ സമയത്ത് അവൾ എന്ത് കണ്ടു? ഒരു ഓൾഡർ വുമണ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഗ്രോസറി ബാഗ്, ഹെവി ഗ്രോസറി ബാഗ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അത് ക്യാരി ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ അവൾ എന്ത് ചെയ്തു? വിത്തൗട്ട് ഹെസിറ്റേഷൻ, ഒരു മടിയും കൂടാതെ എമിലി ഗോട്ട് അപ്പ് ആൻഡ് ഓഫേർഡ് ഹർ ഹെൽപ്പ്. ആ സ്ത്രീയെ സഹായിച്ചു. ദ വുമൻ, ഗ്രേറ്റ്ഫുൾ ഫോർ ഹർ കൈൻഡ്നസ്, ഷെയർഡ് സ്റ്റോറീസ് ഓഫ് ഹർ യൂത്ത് വിത്ത് എമിലി ആസ് ദേ വാക്ക് ടുഗദർ. ആ സ്ത്രീക്ക് അവളോട് കൈൻഡ്നസ് തോന്നി. അവരുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ, അവരുടെ യൂത്ത് സ്റ്റോറീസൊക്കെ അവളോട് പറഞ്ഞു. ആൻഡ് ദേ വാക്ക് ടുഗദർ, രണ്ടുപേരും നടന്നുപോയി. ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്? ഈ പാസേജിൻ്റെ മെയിൻ തീം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, നേച്ചറിൻ്റെ ബ്യൂട്ടി പറ്റിയിട്ടാണോ പറയുന്നത്? അതോ ദ വാല്യൂ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ വാല്യൂവിനെ പറ്റിയാണോ പറയുന്നത്? യൂത്ത് ആൻഡ് ഏജിങ്, യൂത്തും പ്രായമായവരുടെയും തമ്മിലുള്ള കമ്പാരിസൺ ആണോ ഇതിൻ്റെ തീം വരുന്നത്? അതോ ബേർഡ്സ് ആൻഡ് എനിമൽസിനെയും ബേർഡ്സിനെയും പറ്റിയിട്ടാണോ ഇതിൽ പറയുന്നത്? നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ വാല്യൂ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്ന എമിലിയുടെ മെൻറ്റാലിറ്റിയാണ് ഇവിടെ തീമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രേസ് വിത്തൗട്ട് ഹെസിറ്റേഷൻ സജസ്റ്റ് ദാറ്റ്. ഫ്രേസ് വിത്തൗട്ട് ഹെസിറ്റേഷൻ സജസ്റ്റ് ദാറ്റ്, എന്താണ് വിത്തൗട്ട് ഹെസിറ്റേഷൻ എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തോട്ട് ഫോർ വൈൽ ബിഫോർ ഹെൽപ്പിംഗ് വുമൺ, ആ സ്ത്രീയെ സഹായിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചു. ഹെൽപ്ഡ് ഹർ ഇമ്മീഡിയറ്റ്ലി, അവരെ പെട്ടെന്ന് തന്നെ സഹായിച്ചു. വാസ് അൺഷുവർ അബൌട്ട് ഹെൽപ്പിംഗ് ഹർ, അവളെ സഹായിക്കുന്നതിന് അവൾക്ക് അത്ര അൺഷുവർ ആയിരുന്നു. അതോ ഹെസിറ്റേറ്റഡ് ബിഫോർ ഹെൽപ്പിംഗ് ഹർ, അവളെ സഹായിക്കുന്നതിന് അവൾ എന്ത് ചെയ്തു? ഹെസിറ്റേറ്റഡ്, മടിച്ചു നിന്നു. ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? വിത്തൗട്ട് ഹെസിറ്റേഷൻ, ഒരു മടിയും കൂടാതെ. ഹെൽപ്ഡ് ഹർ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ സഹായിച്ചു എന്നാണ് അവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്, ഹെൽപ്ഡ് ഹർ ഇമ്മീഡിയറ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സീസൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാസേജ്? ഈ പാസേജിൽ ഏത് സീസണിനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് തന്നെ ഉണ്ട്, ഓൺ എ സണ്ണി സ്പ്രിംഗ് മോർണിംഗ്. എന്താ പറയുന്നത്? സ്പ്രിംഗ് സീസണിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എമിലീസ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ പാസേജ്? എമിലിയുടെ ആറ്റിറ്റ്യൂഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ് ഈ പാസേജിൽ നിന്നാണ് ചോദിക്കുന്നത്. ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി ആണോ, റിസർവ്ഡ് ആണോ, ഇംപേഷ്യൻ്റ് ആണോ, ക്യൂരിയസ് ആണോ? നമുക്കറിയാം അല്ലേ, ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി ആണ് ഇവിടെ എമിലിയുടെ കാണുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് എമിലി സ്റ്റോപ്പ് ബൈ ദ പോണ്ട്? എന്തിനാണ് പോണ്ടിൻ്റെ അടുത്ത് എമിലി നിന്നത്? ഓപ്ഷൻസ് പറയാം. ടു ഫീഡ് ദ ഡെക്കിനെ ഫീഡ് ചെയ്യാൻ, അതോ ടു റിലാക്സ്, ടു എൻജോയ് ദ സീനറി, ആ സീനറി കണ്ട് റിലാക്സ് ആൻഡ് എൻജോയ് ചെയ്യാനായിരുന്നോ? അതോ ടു ടോക്ക് ടു ദ ഓൾഡർ വുമൺ, ആ സ്ത്രീയെ സംസാരിക്കാനായിരുന്നോ? ടു പിക്ക് ഫ്ലവേഴ്സ്, പൂ പറിക്കാൻ ആയിരുന്നോ? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം അല്ലേ, ആ സീനറി കണ്ടിട്ട്, ആ പോണ്ടിൻ്റെ അടുത്ത് ഡെക്ക് നീന്തുന്നതൊക്കെ കണ്ട് പീസ്ഫുള്ളി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ പോണ്ടിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ആയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ഓൾഡർ വുമൺ ഡു ആഫ്റ്റർ എമിലി ഹെൽപ്ഡ് ഹർ
വിത്ത് ദ ബാഗ്. എമിലി ആ ഓൾഡർ വുമൻ്റെ ബാഗ് ക്യാരി ചെയ്യാൻ സഹായിച്ചപ്പോൾ എന്താണ് അവർ ചെയ്തത്? ഷീ ഡിക്ലൈൻഡ് എമിലീസ് ഹെൽപ്പ്. എമിലിയുടെ ഹെൽപ്പ് ഡിക്ലൈൻ ചെയ്യുകയാണോ ചെയ്തത്? അതോ ഷീ വാക്ക്ഡ് അവേ ക്വൈറ്റ്ലി, പെട്ടെന്ന് തന്നെ നടന്നു പോവുകയാണോ ചെയ്തത്? ഷീ ഷെയർഡ് സ്റ്റോറീസ് ഫ്രം ഹെർ യൂത്ത്. അവരുടെ യൂത്ത് സ്റ്റോറീസ് അവളോട് ഷെയർ ചെയ്യുകയാണോ ചെയ്തത്? ഷീ ഗാവ് എമിലി എ ഫ്ലവർ കൊടുക്കുകയാണോ ചെയ്തത്? അവിടെ നമ്മുടെ ആൻസർ നമുക്കറിയാം. ഷീ ഷെയർഡ് സ്റ്റോറീസ് ഫ്രം ഹെർ യൂത്ത്. അവളുടെ യൂത്ത് സ്റ്റോറീസ് അവളോട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐ എൻജോയ് ബോത്ത് റീഡിങ് ആൻഡ് ഡ്രോയിങ്, ദേ ആർ മൈ ഫേവറേറ്റ് ഡാഷ്. എനിക്ക് റീഡ് ചെയ്യാനും ഡ്രോ ചെയ്യാനും ചിത്രം വരയ്ക്കാനും ഇഷ്ടമാണ്. അവ രണ്ടും എൻ്റെ ഫേവറേറ്റ് ടാസ്ക് ആണോ, ഹാബിറ്റ്സ് ആണോ, ഹോബീസ് ആണോ, ഡ്യൂട്ടീസ് ആണോ? നമുക്കറിയാം അല്ലേ, റീഡ് ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ഹോബീസ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 10,000 saw I at a glance ഈസ് an എക്സാമ്പിൾ ഓഫ്. ഒരു പോയത്തത്തെ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. 10,000 saw I at a glance. ഇതിൽ ഏത് പോയറ്റിക് ഡിവൈസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ മീനിങ് നോക്കി നോക്കാം. ഒറ്റ നോട്ടത്തിൽ, ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ 10,000 കണ്ടു. 10,000 എമിലിയുടെ ഒറ്റ നോട്ടത്തിൽ ഞാൻ 10,000 എണ്ണം കണ്ടു. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് പെരുപ്പിച്ച് പറയുകയല്ലേ, നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ്. 10,000 എണ്ണത്തെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു എക്സാജറേഷൻ ആണ്. ഇങ്ങനെ പോയറ്റിക് ഡിവൈസ് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന പോയറ്റിക് ഡിവൈസിന് നമ്മൾ എന്താ പറയുക? ഹൈപ്പർബോളെ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഹൈപ്പർബോളയാണ്. നമുക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കി നോക്കാം. സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലൈക്കോ ആസോ ഉപയോഗിച്ചുള്ള കമ്പാരിസനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു പോയറ്റിക് ഡിവൈസാണ്. നമ്മളിപ്പോൾ ഒരു ലൈനിൽ തന്നെ ഒരേ സൗണ്ട് ആവർത്തിച്ച് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്കോ ആസോ ഉപയോഗിക്കാത്ത തരത്തിലുള്ള കമ്പാരിസനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ 10,000 saw I at a glance എന്ന് പറയുന്നത് ഹൈപ്പർബോളയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഷുഡ് സിമ്പത്തൈസ് ഡാഷ് ദ പുവർ. വൺ ഷുഡ് സിമ്പതൈസ് ഡാഷ് ദ പുവർ. ഇവിടെ സിമ്പതൈസ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക വിത്താണ്. ഇവിടെ ആൻസർ വരുന്നത് വിത്താണ്. ഇനി അതിന് പകരം നമ്മൾ സിമ്പതി എന്നാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫോർ എന്നാവും ഉപയോഗിക്കുക. സിമ്പതൈസ് എന്നുള്ള വേർഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും വിത്താണ് ഉപയോഗിക്കുക. ഇനി അതിന് പകരം അവിടെ സിമ്പതി എന്ന് പറയുന്ന ഒരു നൗണാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യുക? ഫോർ എന്ന് യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹെർ വോയിസ് വാസ് ആസ് സോഫ്റ്റ് ആസ് സിൽക്ക്. അവളുടെ വോയിസ് എങ്ങനെയാണ്? സിൽക്ക് പോലെ സോഫ്റ്റ് ആണ്. സിൽക്ക് പോലെ സോഫ്റ്റ് ആണ്. ആസ് സോഫ്റ്റ് ആസ് സിൽക്ക്. ദിസ് സെൻറ്റൻസ് കണ്ടെയ്ൻസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഇതൊരു പോയത്തത്തെ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? മെറ്റഫർ ആണോ? ഇവിടെ എന്തുണ്ട്? ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ടുള്ള കമ്പാരിസൺ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? സിമിലി ആണ് എന്ന് പറഞ്ഞു. മെറ്റഫർ അല്ല, ഹൈപ്പർബോള അല്ല. ഓപ്ഷൻ സി സിമിലി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കാരണം നമ്മൾ അവിടെ ആസ് ഉപയോഗിച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. അവളുടെ സൗണ്ട് സിൽക്ക് പോലെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ന്യൂ എംപ്ലോയി ഈസ് വെരി എന്തൂസിയാസ്റ്റിക് അബൌട്ട് ഹെർ വർക്ക് ഡാഷ് ഷീ ലാക്സ് എക്സ്പീരിയൻസ്. പുതിയ എംപ്ലോയി എങ്ങനെയുള്ള ആളാണ്? വെരി എന്തൂസിയാസ്റ്റിക് അബൌട്ട് ഹെർ വർക്ക്. അവരുടെ വർക്കിനെ കുറിച്ച് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്താണ്? ഷീ ലാക്സ് എക്സ്പീരിയൻസ്. അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്. ഇവിടെ എന്താ? ഫസ്റ്റ് പറഞ്ഞത് ഒരു ഗുഡ് ക്വാളിറ്റിയാണ്, പക്ഷെ രണ്ടാമത് പറഞ്ഞത് എന്തൊരു നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ബട്ടാണ്. ഫസ്റ്റത് അയാളുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് പറഞ്ഞത്, പക്ഷെ എന്താണ്? അയാൾക്ക് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കുറവാണ്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബട്ടാണ്. ആൻസർ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹെർ പ്രസൻറ്റേഷൻ ഹണി മാനേജ് ടു പുട്ട് അക്രോസ് ഹെർ പോയിന്റ് വെരി വെൽ. ഷി വാസ് ഏബിൾ ടു. ഹണി അവളുടെ പ്രസൻറ്റേഷനിൽ പുട്ട് അക്രോസ് ഹെർ പോയിന്റ് വെരി വെൽ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പുട്ട് അക്രോസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കീപ് ഹെർ പോയിന്റ് ടു ഹെർ സെൽഫ്, എക്സ്പ്രസ് ദ പോയിന്റ് ക്ലിയർലി, ഹൈഡ് ഹെർ ഫീലിങ്സ്, കൺഫ്യൂസ് എവരി വൺ. പുട്ട് അക്രോസ് എന്ന് പറയുന്ന നമ്മുടെ പുട്ട് അക്രോസ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താ? ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഇവിടെ എന്താണ്? ഹണി അവളുടെ പ്രസൻറ്റേഷൻ വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൻസർ വരുന്നത് എന്താ? ഓപ്ഷൻ ബി എക്സ്പ്രസ് ദ പോയിന്റ്
clearly. അടുത്ത question. The teacher asked her student to dash their assignment by the end of the week. Teacher asked her student to dash their assignment by the end of the week. നമ്മൾ എന്തുണ്ട്, ആ ഡാഷിന് മുമ്പ് എന്തുണ്ട്, ടു ഉണ്ട് അല്ലേ. ടു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ടു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. നമുക്കവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്താ, സബ്മിറ്റ് ഉണ്ട്, സബ്മിറ്റിംഗ് ഉണ്ട്, സബ്മിറ്റഡ്, സബ്മിറ്റ്സ് ഉണ്ട്. ഇതിൽ ആൻസർ വരുന്നത് സബ്മിറ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ടുവിന് ശേഷം എപ്പോഴും V1 കൊടുക്കാൻ പറ്റുള്ളൂ. സബ്മിറ്റിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഡെസ്പൈറ്റ് നോയിങ് ദ റിസ്ക് ഓഫ് ഷെയറിംഗ് പേഴ്സണൽ ഇൻഫോർമേഷൻ ഓൺലൈൻ, റിയ ചൂസ് ടു ടേൺ എ ബ്ലൈൻഡ് ഐ ടു ദ ഡേഞ്ചേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ. വാട്ട് ഡസ് ദിസ് മീൻ? ക്വസ്റ്റ്യൻ വരുന്നത്, റിയ നമുക്ക് അറിയാം, ഡെസ്പൈറ്റ് നോയിങ് ദ റിസ്ക് ഓഫ് ഷെയറിംഗ് പേഴ്സണൽ ഇൻഫോർമേഷൻ ഓൺലൈനിലെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിൻ്റെ റിസ്ക് ആലോചിക്കാതെ റിയ ചൂസ് എ ടേൺ എ ബ്ലൈൻഡ് ഐ ടു ദ ഡേഞ്ചേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ. വാട്ട് ഡസ് ദിസ് മീൻ? ഇവിടെ ബ്ലൈൻഡ് ഐ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ടേൺ എ ബ്ലൈൻഡ് ഐ. ഇത് ഒരു യൂസേജ് ആണ്. ഇതിനർത്ഥം നമ്മൾ ഒരു സാധനത്തിനെ അറിഞ്ഞുകൊണ്ട് അവഗണിക്കുക എന്നുള്ളതാണ്. ഒരു സാധനത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയുന്ന യൂസേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആൻസർ വരുന്നത് ഷി ഇഗ്നോർഡ് ദ ഡേഞ്ചർ. ആ ഡേഞ്ചറിനെ അവൾ ഇഗ്നോർ ചെയ്തു എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൗണ്ടെയിൻ പീക്ക് വാസ് ഡാഷ് കവേർഡ് ഇൻ എ സ്നോ. ഇവിടെ എന്താ പറയുന്നത്, മൗണ്ടെയിൻ്റെ പീക്ക് എങ്ങനെയാണ്, സ്നോയാൽ കവേർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യണം, ഏതോ ഒരു ആഡ്വേർബ് യൂസ് ചെയ്യണം. നമുക്കറിയാലോ ആഡ്വേർബ്, ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് എന്താ, ആഡ്വേർബാണ്. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ ബി നോക്ക്, ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താ, ഒരു അഡ്ജക്റ്റീവാണ്. നൗണിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ബ്യൂട്ടിഫുൾ ഗേൾ, അങ്ങനെ നമ്മളൊരു നൗണിനെ വിശേഷിപ്പിക്കാനാണ് ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഇനി ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു നൗണായിട്ടാണ് വരുന്നത്. ബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വെർബായിട്ടാണ് വരുന്നത്. ഓപ്ഷൻ എ ആയിട്ടുള്ള ആഡ്വേർബ് നമുക്കറിയാം, കവേർഡ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അവിടെ ഫ്രണ്ടിൽ ബ്യൂട്ടിഫുൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ആഡ്വേർബ് യൂസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നതാണ് ആഡ്വേർബ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, The chef was preparing a delicious meal. The chef was preparing a delicious meal. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, നേരെ തിരിച്ചെഴുതണം. നമുക്ക് ഡയറക്റ്റ് ഫോമാണ്, അതിന് ഇൻഡയറക്റ്റിലോട്ടാക്കുക. ഇവിടെ എന്താണ്, ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് വോയിസിലേക്കാണ് ആക്കേണ്ടത്. ദ ഷെഫ് വാസ് പ്രിപ്പയറിങ് എ ഡെലീഷ്യസ് മീൽ. എങ്ങനെയാണ് നമുക്കറിയാം, വാസ് പ്ലസ് ING ഫോമിലാണ് അവിടെ കിടക്കുന്നത്. വാസിന് ശേഷം ഒരു വെർബിൻ്റെ ING ഫോമിലാണ് നമ്മുടെ സെൻറ്റൻസ് കിടക്കുന്നത്, ആക്റ്റീവ് ഫോമിൽ കിടക്കുന്നത്. ഇനി അത് പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ എന്താവണം, നമ്മുടെ വാസ് എന്താവും, വാസ് ബീയിങ്ങും ആവും. കൂടെ നമ്മുടെ ING ഫോമായിട്ടുള്ള വെർബ് V3 ഫോമിലേക്ക്, വെർബിൻ്റെ മൂന്നാമത്തെ ഫോമിലേക്കും കിടക്കണം. നമ്മുടെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാസ് ഉള്ളതും വാസ് പ്ലസ് ING ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വാസിൻ്റെ കൂടെ ഒരു ബീയിങ് ചേർക്കണം. കൂടെ നമ്മുടെ വെർബിൻ്റെ ING ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ പ്രിപ്പയറിംഗ് എന്നാണ്, അതെന്ത് ചെയ്യണം, പ്രിപ്പയേർഡ് എന്നാക്കണം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വാസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ ദ ഷെഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് എക്സ്പ്രസസ് ആൻ ഒപ്പീനിയൻ. ഇതിൽ ഒപ്പീനിയൻ പറയുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റിൽ നിന്നാണ് സൺ ഉദിക്കുന്നത്. അതൊരു ഒപ്പീനിയൻ ആണോ? അല്ലല്ലേ, അതൊരു ഫാക്റ്റാണ്. സണ്ണ് ഈസ്റ്റിൽ നിന്നാണ് ഉദിക്കുന്നത്, അത് നമുക്ക് മാറ്റാനും ചെയ്യാനോ ഒന്നും പറ്റൂല. ഇനി വാട്ടർ ഫ്രീസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ആവുന്നുണ്ട്. അത് എന്താണ്, ഒരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. ആ സ്കൂളിലെ ബെസ്റ്റ് ടീച്ചർ അവളാണ്. അതൊരു ഒരാളുടെ ഒപ്പീനിയൻ പറയല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത്, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹെർ ഡാഷ് 5 years. അവൾ 5 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 5 years.
അതായത് ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ, ഒരു ഡ്യൂറേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണ്, ഒരു നിശ്ചിത കാലയളവിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫോർ ആണ് ഉപയോഗിക്കുക. ഒരു ടൈം പീരീഡിൽ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years, 5 years ആയിട്ട് അവൾ അവിടെ വർക്ക് ചെയ്യുകയാണ് എന്ന് പറയാൻ നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത് 5, അപ്പോൾ 2026 മുതൽ അവൾ അവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, സിൻസ് ആണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മളൊരു ഡ്യൂറേഷൻ, ടൈം പീരീഡിനെ പറയാൻ നമ്മൾ എപ്പോഴും ഫോർ ആണ് ഉപയോഗിക്കുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, when Nainika decided to apply for the post at the 11th hour, she is applying for the post dash. അവിടെ 11th hour എന്ന് പറയുന്ന ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 11th hour എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവസാന നിമിഷം, അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റിനെയാണ് നമ്മൾ 11th hour എന്ന് പറയുന്ന ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, ഓപ്ഷൻ സി ആണ് ആൻസർ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വി വിൽ സ്റ്റേ ഇൻഡോർ ഡാഷ് ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ്. ഞാൻ ഇൻഡോറിൽ നിൽക്കാം ഡാഷ് ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ്. മഴ പെയ്യുന്നത് നിൽക്കുന്നത്, സ്റ്റോപ്പ് ആകുന്നത് വരെ, അൺടിൽ മഴ തോരുന്നത് വരെ, നമ്മൾ സമയപരിധി വരെ എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അൺടിൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അവിടെ ആൻസർ വരുന്നത് അണ്ടിലാണ്. ഇനി അടുത്തത്, എ പേഴ്സൺ ഹു നറേറ്റ്സ് ഓർ റൈറ്റ്സ് ദെയർ ഓൺ ലൈഫ് സ്റ്റോറി വർക്കിംഗ് ഓൺ. ഒരാൾ അവരുടെ തന്നെ സ്റ്റോറി നറേറ്റ് ചെയ്തിട്ട് അവർ തന്നെ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക, ബയോഗ്രഫി എന്നാണോ പറയുക, ഓട്ടോബയോഗ്രഫി എന്നാണോ പറയുന്നത്, ഷോർട്ട് സ്റ്റോറി എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലെജൻഡ് എന്നാണോ പറയുന്നത്. ഒരാൾ അവരുടെ കാര്യം തന്നെ, പേഴ്സണൽ ലൈഫിലെ എല്ലാ സ്റ്റോറീസും നറേറ്റ് ചെയ്യുന്നത്, സ്വയം നറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഓട്ടോബയോഗ്രഫി എന്നാണ് പറയുക. ആൻസർ ബി ആണ്. ഇനി അടുത്തത്, ഐ റയർലി ഡാഷ് കോഫി ഇൻ ദ മോർണിംഗ്. ഞാൻ എന്താണ്, അപൂർവമായി ചായ കുടിക്കും. ഇതെന്താ ഈ അപൂർവമായി, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും, ഞാൻ സാധാരണയായി, ഞാൻ പലപ്പോഴും, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ, നമുക്കൊരു ഫിക്സഡ് ആണ്, ഞാൻ പതിവായി ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ അപൂർവമായി ചെയ്യുന്ന കാര്യം, ഇങ്ങനെയുള്ള ഫിക്സഡ് ആയിട്ടുള്ള റയർലി, അതുപോലെ തന്നെ ബെയർലി, യൂഷ്വലി, നെവർ, ഓഫ്റ്റൺ, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതെന്താണ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അപൂർവമായി ചെയ്യുന്ന കാര്യം, ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഐ റയർലി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന വേർബ് അപ്പോൾ ഏതേക്കാരം, സിമ്പിൾ പ്രസൻറ്റിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലാണ് കിടക്കേണ്ടത്, ഐ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും, ഡ്രിങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ കിടക്കുന്ന 2 ഉള്ളത്, ഡ്രിങ്കും ഡ്രിങ്ക്സും ആണ് ഉള്ളത്. ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സിംഗുലർ വേർബ്സ് ആണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്കിവിടെ ഐ ആണ് പ്ലൂറൽ വേർബിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ V1 ആണ് അവിടെ ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് മീൻ ദ സെയിം ആസ് വെരി ലാർജ്. വെരി ലാർജ് എന്ന് പറയുന്ന മീനിങ് വരുന്നത് ഏതാ, ഹ്യൂജ് ആണ് റൈറ്റ് ആൻസർ. വെരി ലാർജ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഇനി അടുത്തത്, റിയ സോൾവ് ദ കോംപ്ലക്സ് പസിൽ ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് saying it was a piece of cake. What does it indicate? പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അല്ലേ, എന്താ, എപ്പോഴും കേൾക്കുന്ന ഒരു ഫ്രേസാണ് പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം, വെരി ഈസി ടാസ്കിനെയാണ് നമ്മൾ പീസ് ഓഫ് കേക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് വെരി ഈസി. ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ ലോങ് വാക്ക് ദേ റെസ്റ്റഡ് ഡാഷ് ദ ഷെയ്ഡ് ഓഫ് എ ലാർജ് ട്രീ. കുറേ സമയത്തിന് ശേഷം, കുറേ നടന്നതിന് ശേഷം അവരെന്ത് ചെയ്തു, ഒരു ലാർജ് ട്രീയുടെ ഷെയ്ഡിൽ റെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഏതാ ആൻസർ വരിക, ഓൺ ആണോ, ബൈ ആണോ, അറ്റാണോ, ഇന്നാണോ? ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു തണലിൻ്റെ ഉള്ളിൽ, ഷെയ്ഡിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ള മീനിങ് വരുന്നത് ഏതാ, ഇന്നാണ്. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ലാർജ് ട്രീ എന്നാണ് അവിടെ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഹി ഹാർഡ്ലി കംസ് ടു ഓഫീസ് ദീസ് ഡേയ്സ്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അവിടെ കംസ് ആണ്. നമ്മൾ നോക്കി നോക്കി ഏത് സെൻറ്റൻസ്, ഏത് ഫോമിലാണ് സെൻറ്റൻസ് കിടക്കുന്നത് കംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാ,
ഫസ്റ്റ് ഫോമിൽ കിടക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റിലാണ് കിടക്കുന്നത്. കംസ് വന്ന V1 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ വേർഡ് ഏതൊക്കെ കേൾക്കാറാം? ഡൂവോ അല്ലെങ്കിൽ ഡസ്സോ ആണ്. ഇനി നമ്മൾ എന്താണ്, നമുക്കറിയാം ഹീ ആണ് വന്നിക്കുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഡസ് ആണ്. ഹീ വന്നാൽ ഡസ് ആണ് ഉപയോഗിക്കുക. ഇനി ഹാർഡ്ലി വന്നിട്ടുണ്ട്. ഹാർഡ്ലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നോട്ട് യൂസ് ചെയ്യേണ്ട കാര്യമല്ല. എന്ത് ചെയ്താൽ മതി? ഡസ് പ്ലസ് ഹീ ചേർത്താൽ മതി. ഡസ് ഹീ ആണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്. അടുത്തത് ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ ടു ബൈ ഡാഷ് എഗ്സ് ആൻഡ് ബ്രെഡ്. എഗ്സ് ആൻഡ് ബ്രെഡ്. ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ ടു ബൈ ഡാഷ് എഗ്സ് ആൻഡ് ബ്രെഡ്. അവൾ എന്ത് ചെയ്തു? സ്റ്റോറിൽ പോയി. എന്തിന്? ബ്രെഡും എഗ്സും മേടിക്കാൻ സ്റ്റോറിൽ പോയി. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാ? സമ്മാണോ, എനിയാണോ, മച്ചാണോ, മെനിയാണോ? നമുക്കറിയാം സമ്മാണ് ഉപയോഗിക്കുക. കാരണം നമുക്കറിയാം എഗ്ഗ്, ബ്രെഡ് രണ്ടും കൗണ്ടബിൾ ആയിട്ടുള്ള നൗണാണ്. ഈ കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ എപ്പോഴും സമ്മാണ് യൂസ് ചെയ്യുക. എനി യൂസ് ചെയ്യുന്നത് നമുക്ക് എണ്ണാൻ പറ്റാത്ത കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെയാണ് നമ്മൾ എനി യൂസ് ചെയ്യുക. പിന്നെ മച്ച് അവിടെ മാച്ച് ആയിട്ടുള്ളതല്ല. മെനി എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻസർ സമ്മാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു എക്സ്പാൻഡ്? എക്സ്പാൻഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്, എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വികസിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ചുരുങ്ങല്ലേ. കോൺട്രാക്റ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എക്സ്പാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് കോൺട്രാക്റ്റ് ആണ്, ചുരുങ്ങുക. അടുത്തത് 150ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ അണ്ടർ ദ വെദർ യു ആർ അണ്ടർ ദ വെദർ. അണ്ടർ ദ വെദർ എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. ഇഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസേജ്. അണ്ടർ ദ വെദർ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീലിംഗ് ഇൽ, അതായത് അസുഖം പിടിക്കുന്നതിനെയാണ് നമ്മൾ അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.